ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രയോട് നിധി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ആ വലിയ സർപ്രൈസ് എന്നോട് പറ എന്നൊക്കെ പറയുമ്പോൾ അത് പറയില്ല, നാളെ അവിടെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി. അങ്ങനെ ഗോപിയും പാറുവും കൂടി ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ. അതായത് കമ്പനിയുടെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സമയമാണ് ഉമ്മറത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നത് കാണാണ്. അപ്പോൾ ഉടൻ തന്നെ അതിൽ നിന്നും ചന്ദ്രയും ഈ പറയുന്ന അശോകനും കൂടി ഇറങ്ങി വരികയാണ്. ചന്ദ്രയും നിഖിലും കൂടിയിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ പാറു പറയണേ, നിധിയുടെ അമ്മയാണല്ലോ വരുന്നത്, എന്താ വിശേഷം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ വരൂ, കയറിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെ വേണ്ട വിധത്തിൽ തന്നെ സ്വീകരിക്കണം കേട്ടോ. അങ്ങനെ അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കുകയാണ്, പാറു എന്താ വിശേഷം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന്. പറഞ്ഞ ഉടൻ തന്നെ ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ, എന്തായാലും ഗൗതമും നിധിയും കൂടി വരട്ടെ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് ഗൗതമും നിധിയും കൂടി വരികയാണ്. അപ്പോൾ ഗൗതം വരില്ല, നിധിയാണ് ആദ്യം വരുന്നത്. അപ്പോൾ നിധിയും കൂടി വരികയാണ്. അപ്പോൾ അമ്മ ഇനി കാര്യം ഒന്ന് പറയാമെന്ന് പറഞ്ഞ ഉടൻ തന്നെ, എവിടെ നിൻ്റെ ഗൗതം കൂടി വരട്ടെ എന്നിട്ടാവാ എന്ന് പറയണ്ട. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ വസുന്ധര കയറി വരുന്നത്. വസുന്ധരയാണെങ്കിലോ ഇവരിയ്ക്കുന്ന ആ ഇരിപ്പും ഇതൊക്കെ കാണുമ്പോൾ വസുന്ധരക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വസുന്ധരക്ക് ഇങ്ങനെ കലി കയറുകയാണ്, വസുന്ധരക്ക് ദേഷ്യം ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വസുന്ധരയുടെ ആ കാട്ടിക്കൂട്ടൽ കണ്ട ഉടൻ തന്നെ നിധി പറയണേ, എന്താ എൻ്റെ അമ്മയെയും ഈ പറയുന്ന എൻ്റെ അനിയനെയും ഇങ്ങോട്ടേക്ക് വിളിച്ചിരുത്തിയത് ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലല്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ പാറു പറയണ, മോളൊന്നും മിണ്ടാതിരിക്കല്ല, പറയാതിരിക്കാൻ വയ്യമ്മ, അതുകൊണ്ട് പറഞ്ഞതാണ് എന്നിങ്ങനെ പാറുവിനോട് പറയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ അവിടെ ഉടൻ തന്നെ എന്താ വിശേഷം എന്ന് പറയുമ്പോൾ ഗൗതം കയറി വരികയാണ് കേട്ടോ. ആൻറ്റി എപ്പോഴാണ് ആൻറ്റി എത്തിയത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ, മോനെ കുറച്ച് നേരമായി, നാളെ നമ്മുടെ വീട്ടിലൊരു പൂജയുണ്ട്, ഒരു വിശേഷമുണ്ട് എന്ന് പറയുമ്പോൾ, എന്ത് വിശേഷം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, ഇവളുടെ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശിയുടെ നാഗർകോവിലെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്, ആ ഉത്സവത്തിന് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയും കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ നിധി, അമ്മ ഇതാണോ എന്നോട് പറയാതിരുന്നത്, നമുക്ക് ഇന്നലെ തന്നെ എന്നോട് പറയായിരുന്നില്ലേ, ഇത് വലിയൊരു സർപ്രൈസ് തന്നെ ആയല്ലോ അമ്മേ. എന്തായാലും ഞാനും ഗൗതമും കൂടിയിട്ട് ആ ഉത്സവത്തിൽ തിരി തെളിയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഗൗതം ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ചന്ദ്ര പറയണം, നിങ്ങൾ തന്നെ തിരി തെളിയിക്കണം എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിച്ചിരുന്നു, അതും കൂടി പറയാനാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്, മുത്തശ്ശിയുടെ ക്ഷണത്തിനനുസരിച്ച് നിങ്ങൾ നാളെ വരില്ലേ എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധരക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. വസുന്ധര പറയണേ, ആ പൂജയ്ക്കൊന്നും ഇവിടെ നിന്നും എൻ്റെ മകനെ പറഞ്ഞയക്കാൻ പറ്റില്ല, കാരണം അതൊരു ഗ്രാമമാണ്, ഗ്രാമത്തിലുള്ള ആ സൗകര്യങ്ങളൊക്കെ എൻ്റെ മകന് വലിയ ബുദ്ധിമുട്ടാവും, ഗ്രാമത്തിലുള്ള അവൻ താമസിച്ചിട്ടേ ഇല്ല, അവനത് താമസിക്കാൻ കഴിയില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഈ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊരു വഴക്കിലോട്ട് എത്തുകയാണെന്ന് കാണുമ്പോൾ നിധി പറയണേ, നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, എൻ്റെ ഭർത്താവുമായല്ലേ ഞാൻ പോകുന്നത് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതേ സമയം ഗൗതം ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ വഴക്കിലെത്തുകയെന്ന് കാണുമ്പോൾ ചന്ദ്ര പറയണേ, ഞാനൊരു വഴക്കിന് വന്നതല്ല, മക്കളെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോകാനാണ്, മുത്തശ്ശിയുടെ ഒരു ആഗ്രഹമാണ്, ഇവരെല്ലാം ഇപ്പോൾ കല്യാണം കഴിഞ്ഞത്, അപ്പോൾ മുത്തശ്ശിയോട് കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ വസുന്ധര പറയണേ, എൻ്റെ മകനെ അങ്ങനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ പറ്റില്ല, സൗകര്യമില്ലാത്ത നാട്ടും പ്രദേശത്തോട്ടോ അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് നിധി പറയണേ, നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, എൻ്റെ ഗൗതം തീരുമാനിക്കട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം അങ്ങ് ചെറുക്കടിച്ചതുപോലെ വസുന്ധരയെ സന്തോഷിപ്പിക്കുന്ന ആ ലെവലിൽ ഗൗതം പറയണേ, അതെ, ഇക്കാര്യത്തിൽ നിൻ്റെ വാക്ക് എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് അങ്ങ് ചിരി വരികയാണ്. എന്നാൽ പാറുവും ഗോപിയും എന്താ ഈ ഗൗതമിന് പറ്റിയത്, ഇവൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. എന്നാൽ ചന്ദ്രിക്കും സങ്കടമാവാണ്. നിധി ഇരുന്നോടുന്നാണ് അങ്ങ് എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗൗതം ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ വസുന്ധര അത് പറയാൻ ഒരുങ്ങാണ്, അല്ലെങ്കിൽ ഇവൻ എൻ്റെ മോന എന്നിങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അമ്മയുടെ വാക്കുകളും എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന നിധി വസുന്ധരയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ വസുന്ധരക്ക് ഒരുപാട് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ഉടൻ തന്നെ ഗൗതം ഇവരുടെ രണ്ടുപേരും വാക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നിങ്ങനെ പാറു ചോദിക്കുമ്പോൾ, അതെ, എന്നെ ക്ഷണിക്കാൻ വന്നത് നിധിയുടെ അമ്മ ചന്ദ്രയാണ്, ചന്ദ്രേൻ്റിയുടെ വാക്കുകളാണ് എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ആകെ തളർന്നു പോയിട്ടോ. എൻ്റെ മകൻ ഇതിലും നല്ലത് എന്നെ തള്ളിപ്പറയുകയായിരുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ വസുന്ധര നോക്കി നിൽക്കേ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണം, ചന്ദ്രേൻ്റെ എന്തിനാ വന്നത് അത് പറഞ്ഞ്, അതെ, മുത്തശ്ശി നാളെ നിങ്ങളോട് നാഗർകോവിലെ ഉത്സവത്തിന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരില്ലേ, തീർച്ചയായും
തീർച്ചയായും എൻ്റെ ആൻറ്റി പൊയ്ക്കോളൂ, ഞങ്ങൾ വരുമെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന വസുന്ധര പറയണേ, അങ്ങനെ നീ നിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് പോകാൻ തീരുമാനിക്കുകയാണോ? ആ, ഞാൻ പോവുകയാണ് അമ്മേ, വിളിച്ചാൽ ക്ഷണിച്ചാൽ എനിക്ക് ചെല്ലണ്ടേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഗൗതമിൻ്റെ മുന്നിൽ വെച്ച്, ശരി, ഞാൻ എൻ്റെ മകനെ പറഞ്ഞേക്കാം, കൂട്ടത്തിൽ ഞാനും പോരുന്നുണ്ട്, എൻ്റെ മകനുള്ളിടത്തേക്ക് ഞാനും ഉണ്ടാവും. അത് കേൾക്കുന്ന ചന്ദ്ര ആകെ പേടിച്ചൂട്ടാ. അപ്പോൾ പാറു തീർച്ചയായും എന്തോ ഒരു പ്രശ്നത്തിന് അടുത്തതൊരുങ്ങുക എന്ന ഭാവത്തിൽ പാറു ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് വസുന്ധര പറയണേ, അതെ, എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൻ അവിടെ പോയി കഴിഞ്ഞാൽ യാതൊരുവിധ സൗകര്യക്കുറവും അവൻ അവിടെ പാടില്ല. അങ്ങനെ ഒരു സൗകര്യക്കുറവുണ്ടായാൽ ആ നിമിഷം അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങും. എൻ്റെ മകൻ എവിടെയും ഉയർന്നു നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് അവിടെ എന്തെങ്കിലും താഴ്ത്തിക്കെട്ടുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ തിരിച്ചടി നൽകി എൻ്റെ മകനെ കൊണ്ടുപോരുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധരയുടെ മുന്നിൽ വെച്ച് ചന്ദ്ര പറയണേ, അതിനൊന്നും ആവശ്യമില്ല, വരുന്നവരെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് ആ നാട് ഭരിക്കുന്ന ഞങ്ങളുടെ മുത്തശ്ശിക്കറിയാം. അപ്പോൾ അവിടുത്തെ നാട്ടു നടപ്പൊക്കെ തീരുമാനിക്കുന്നത് മുത്തശ്ശിയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മുത്തശ്ശി തന്നെ അവർക്ക് കണക്കിന് കൊടുത്തോളും എന്ന് പറയാം കേട്ടോ. ഇതും കൂടി ആവുമ്പോൾ ശരിക്കും വസുന്ധര ഒന്ന് പ്രതീക്ഷയോടുകൂടി നിൽക്കണം. കാരണം വസുന്ധരയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ വരികയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം വസുന്ധര തൻ്റെ റൂമിലോട്ട് പോവാണ്. നിധിയാണെങ്കിൽ തൻ്റെ അമ്മയെ യാത്രയൊക്കെയാണ്. എന്നിട്ട് ഗൗതമിനോട് പറയണേ, ഗൗതം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, നീ എൻ്റെ അമ്മയെ താഴ്ത്തിയില്ലല്ലോ, ഞാനൊരു നിമിഷത്തേക്ക് പേടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ നിനക്കൊപ്പമില്ലേ, എനിക്കറിയാം എല്ലാവരുടെയും സ്വഭാവം ഞാനിപ്പോൾ മനസ്സിലാക്കി വരുന്നു എന്നിങ്ങനെ ഗൗതം പറയാൻ കേട്ടോ. അതായത് വസുന്ധരയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സമയം വസുന്ധരയാണെങ്കിലോ ശിവാനിക്ക് വിളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ശിവാനിയോട് പറയണേ, നിന്നോട് ഒരു അർജൻറ്റ് കാര്യം പറയാനാണ് വന്നത്. അതെന്താ? അതെ, ഇവരിപ്പോൾ നാളെ മുത്തശ്ശിയുടെ അവിടുത്തെ ഉത്സവമാണെന്ന് പറയുന്ന അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും വരുന്നുണ്ട്. എന്നാൽ ആൻറ്റി സൂപ്പറായിരിക്കും എന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ, ഞാൻ വരുന്നത് അവിടുത്തെ ഉത്സവം കാണാനല്ല, ഞാൻ വരുന്നത് ഗൗതമിനെ അവിടെ നിന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ നോക്കണം. ഗൗതമിനെ അവിടെ ആരും സ്വീകരിക്കുന്നില്ല, അവിടെ ഗൗതമിനെ എല്ലാവരും തരം താഴ്ത്താണെന്നുള്ള ആ തോന്നൽ നിനക്കുണ്ടാക്കാൻ കഴിയുമോ എന്ന് ശിവാനിയോട് ചോദിക്കുമ്പോൾ ശിവാനി, അത് ഞാൻ ഏറ്റു എന്ന് പറയണ്ട. എന്നാൽ ഈ സമയം തീർച്ചയായും എല്ലാം ഏൽക്കുന്നത് പോലെ ഇതും ഏൽക്കാൻ നിന്നെക്കൊണ്ട് കഴിയുമോ എന്ന് വീണ്ടും വസുന്ധര ചോദിക്കുമ്പോൾ, അയ്യോ ആൻറ്റി, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, അവിടുത്തെ മുത്തശ്ശി ഒരാൾ സ്ട്രിക്റ്റാണ്. അവരുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അങ്ങനെ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇടപെടാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ എന്തെങ്കിലും ഒരു വിള്ളൽ ഉണ്ടാക്കാനേ അതിന് പറ്റുള്ളൂ. അപ്പോൾ അത് കേട്ടാൽ വസുന്ധര പറയണേ, ആ മുത്തശ്ശിയെ നമുക്ക് കയ്യിലടക്കാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആ മുത്തശ്ശി എന്ന് പറയുന്നത് അത് പ്രത്യേക തരം ഒരു പ്രത്യേക ഐറ്റമാണത്. അതാണ് ആ നാടിനെ വാഴുന്നതും നാട് ഭരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് ത്രില്ലാവാണ് കേട്ടോ അവരോട് ഏറ്റുമുട്ടാൻ. പക്ഷേ വസുന്ധരയെ നാണം കെടുത്തി അവിടെ നിന്ന് പറഞ്ഞേക്കുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ ഗൗതം നിധിയും കൂടി ഇനി പോകുന്നത് ബൈക്കിലായിരിക്കും കേട്ടോ. ബൈക്കിൽ ഇങ്ങനെ തൊട്ടുരുമ്പി അവരുടെ ആ ഒരു റൊമാൻസിൻ്റെ ആ സീനൊക്കെ വരാനുണ്ട് കേട്ടോ. നല്ല രസമാണ് ആ ഒരു യാത്ര. അതിനുശേഷം എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് അവിടെ ചെന്ന് വസുന്ധര വലിയ ആളെപ്പോലെ സംസാരിക്കുമ്പോൾ ആ മുത്തശ്ശി വസുന്ധരയ്ക്ക് മുഖത്ത് നോക്കി 4 വാക്കുകൾ പറയുന്നതും വസുന്ധരയെ താഴ്ത്തിക്കെട്ടി നിങ്ങൾ സ്വന്തം അമ്മയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സംസാരിക്കുമ്പോൾ വസുന്ധര ഒന്നുമല്ലായ്മയിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ വസുന്ധരയുടെ സ്വഭാവം മകനിങ്ങനെ ഓരോ ദിവസം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വസുന്ധരയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വസുന്ധര ഇതിലും വലിയ ക്രിമിനലായി മാറാൻ ശ്രമിക്കും. അങ്ങനെയാണ് ഇനി ശിവാനിയെ കൊണ്ടുവരാൻ വസുന്ധര നോക്കട്ടെ. അപ്പോഴും ഗൗതം തൻ്റെ അമ്മയെ തള്ളിപ്പറയും, നിങ്ങളെൻ്റെ അമ്മയല്ലല്ലോ, അമ്മയെന്ന് വിളിച്ച വാക്ക് അത് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ.